ഡബ്ല്യു നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെനുവിൻ്റെ വിന്നേഴ്സ് പ്രഡിക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ പ്രഡിക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷോ എപ്പോൾ കാണാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ടൈമും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത് ജനുവരി 26 രാവിലെ 6:00 സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറയുന്നത് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവണം എന്നൊന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടും റൂമേഴ്സും വെച്ചാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലെ കിക്ക് ഓഫ് മാച്ചായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ് ജേക്കബ് ഫാറ്റ വേഴ്സസ് ബ്രോൺസ്റ്റോമൻ തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മാച്ച്. ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ ബ്രോൺസ്റ്റോമൻ തന്നെയാണ്. ഒന്നെങ്കിൽ റോളപ്പിനൂടെ വരിക്കായിരിക്കും, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് ഫിനിഷർ അടിച്ചിട്ട് തോപ്പിക്കും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ബ്രോൺസ്റ്റോമൻ വിജയിക്കും എന്നാണ്. പിന്നെ എങ്ങാനും ബ്ലഡ് ലൈൻ ടീം വന്ന് ബ്രോൺസ്റ്റോമൻ ഡിസ്ട്രാക്ട് ചെയ്ത് ജേക്കബ് ഫാറ്റ വിജയിക്കും, അത് ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ ബ്രോൺസ്റ്റോമൻ തന്നെ വിജയിക്കും. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലെ രണ്ടാമത് നടക്കുന്ന ചാൻസ് ഉള്ള ഒരു മാച്ച് എന്ന് പറയപ്പെടുന്നത് റിയ റിപ്ലി വേഴ്സസ് നാജാക്സ് തമ്മിലുള്ള ഒരു വുമൻസ് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ചിൽ എൻ്റെ പ്രഡിക്ഷൻ റിയ റിപ്ലിയാണ്. കാരണം ട്രിഫനി ഈയിടയ്ക്കാണ് നിയാജാക്സിൻ്റെ ഒരു വേൾഡ് ചാമ്പ്യൻ ക്യാഷ് ചെയ്ത് കൊണ്ടുപോയത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഡിക്ഷൻ റിയ റിപ്ലി തന്നെ വിൻ ചെയ്തതെന്നാണ്. സോ ഇനി നിയാജാക്സിനെ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ WWE സാധിക്കില്ല. കാരണം ഫാൻസ് അത്രയും സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ റിയ റിപ്ലി തന്നെ സ്റ്റിൽ ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോകും. സോ എൻ്റെ പ്രഡിക്ഷൻ റിയ റിപ്ലി. അടുത്തായിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ് ബ്രോൺ ബേക്കർ വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള IC ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ച് ഞാൻ കുറേ പ്രതീക്ഷിക്കുന്നു. കാരണം ഷെയ്മസിനെ ഒന്ന് ജയിച്ച് കിട്ടാൻ വേണ്ടി. പിന്നെ കുറേ റൂമേഴ്സ് പറയുന്നത് ബ്രോൺ ബേക്കർ വിൻ ചെയ്യും എന്നാണ്. പക്ഷേ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഷെയ്മസ് ജയിക്കുമെന്നാണ്. കുറേ കാലമായി അദ്ദേഹം ഒരു ചാമ്പ്യൻഷിപ്പ് നേരിട്ട് അദ്ദേഹത്തിന് IC ചാമ്പ്യൻഷിപ്പ് നേടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. കാരണം അദ്ദേഹം ഗന്ധറിനെതിരെ IC ചാമ്പ്യൻ തോറ്റു. പിന്നെ കുറേ മാച്ചുകൾ അദ്ദേഹം തോറ്റ് ഇങ്ങനെ വരികയായിരുന്നു. പിന്നെ റിട്ടേൺ അടിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു വിജയം കൊടുക്കണം WWE. അതിന് എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു ഷെയ്മസ് ആണ്. പിന്നെ കുറേ റൂമർ പറയുന്നുണ്ട് ബ്രോൺ ബേക്കറൊക്കെ വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ എനിക്കൊരു ആഗ്രഹത്തിൽ ഞാൻ പറയുന്നു ഷെയ്മസ് തന്നെ വിൻ ചെയ്യുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അടുത്തയായിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ് ജെയ്സോ വേഴ്സസ് ഗന്ധർ തമ്മിലുള്ള ഒരു വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ചിൽ എന്ത് സംഭവിക്കും, ആര് ജയിക്കും, ജെയ്സോ പുതിയ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആവും എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനം ജെയ്സോ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒന്നും ആവില്ല. ഗന്ധർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻഷിപ്പ് നേടുക. പക്ഷേ അത് ആ ജയം എന്തെന്ന് വെച്ചാൽ ജെയ്സോയെ ഒരു റോൾ പിൻ വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ മൂലമോ ആയിരിക്കും ഗന്ധർ ജയിക്കുക. അല്ലാതെ ക്ലീനായിട്ട് പിൻ ചെയ്ത് വിൻ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം ജെയ്സോ കിട്ടുന്ന പുഷ് വേറെ ലെവലാണ്. അതുപോലെ ഗന്ധറിൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പും പോകണം. സോ ആ രീതിയിലായിരിക്കും WWE സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു റോൾ പിൻ വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ വഴിയോ ചാമ്പ്യൻഷിപ്പ് ഗന്ധറിൻ്റെ കയ്യിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രഡിക്ഷൻ ഗന്ധറാണ്. സോ അടുത്തതായിട്ട് കോഡി റോഡ്സിനും കെവിൻ ഓൺസും തമ്മിലുള്ള ഒരു സെഗ്മെൻ്റാണ്. അതായത് ഇവർ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പായിട്ടുള്ള ഫ്യൂഡും അങ്ങനെ കാര്യങ്ങളാണ്, ഒരു പ്രോമോ ഒക്കെയാണ്. പക്ഷേ അതിൽ ഷോൺ മൈക്കിൾസാണ് ഗസ്റ്റായിട്ട് വരുന്നത്. ഷോൺ മൈക്കിൾസിൻ്റെ ഒരു തീം സോങ്ങും ആ ഒരു പ്രോമോ ഒക്കെ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം WWE കാണാൻ സാധിക്കും. ഒരു സന്തോഷ വാർത്തയാണ്. പിന്നീട് ഇവർ തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് ബ്രോഡും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതാണ് മെയിൻ ഇവൻ്റായിട്ട് നടക്കുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റിലെ വിന്നേഴ്സ് പ്രഡിക്ഷൻസ്. സോ എൻ്റെ പ്രഡിക്ഷനായിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഉണ്ടോ, അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ മെയിൻ ഇവൻറ്റിൽ റാൻഡി ഓട്ടനൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നൊക്കെയാണ് റൂമേഴ്സ് പറയുന്നത്. റാൻഡി ഓട്ടം വന്ന് കെവിൻ ഓൺസിന് ടാർക്ക് കൊടുക്കും, പിന്നെ ഇവർക്ക് തമ്മിൽ ട്രിപ്പിൾ ടെറ്റ് മാച്ച്, പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. റാൻഡി ഓട്ടം വരാനുള്ള ചാൻസ് ഇല്ലെന്നല്ല, ചിലപ്പോൾ വന്നേക്കാം. വന്നു കഴിഞ്ഞ് ഫയർ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുന്നത് റാൻഡി ഓട്ടൻ റോയൽ റംബിൾ വരണം. ഇപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റിൽ ഒരു കുഞ്ഞൊരു പേപ്പർ വ്യൂ ആണ്. അത് കുഞ്ഞു ഷോ ആണ്. അതിനകത്ത് റാൻഡി ഓട്ടം വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ആ പേപ്പർ വ്യൂ പോവും. പക്ഷേ ആ റാൻഡി ഓട്ടം പെട്ടെന്ന് വരുന്നൊരു ഫീലാവും. റാൻഡി ഓട്ടം അങ്ങനെ വരരുത്. ഒരു മെയിൻ ഷോ, അതായത് റോയൽ റംബിളിലോ അങ്ങനെ വന്ന് റാൻഡി ഓട്ടം വന്ന് കെവിൻ ഓൺസിനെ അറ്റാക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി, അതൊക്കെ ഞാൻ വിശദമായിട്ട് ആ റോയൽ റംബിൾ പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാം. സോ ഇപ്പോൾ റാൻഡി ഓട്ടം വരാനുള്ള ചാൻസ് ഒന്നും ഞാൻ പ്രഡിക്ഷൻ വീഡിയോ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു റൂമറാണ്, ജസ്റ്റ് റൂമർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ മറക്കാവുന്ന സപ്പോർട്ട് അടിച്ചേക്കുക. പിന്നെ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ഓരോ കമൻറ്റും വായിച്ചാണ് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. എനിക്ക് ലൈക്കിനേക്കാളും കൂടുതൽ വേണ്ടത് കമൻറ്റാണ്. നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നൊരു കമൻറ്റ്, വീഡിയോ എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.